ഷുഗർ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാം ഒഴിവാക്കണമെന്നൊന്നും പറയുന്നില്ല. നമുക്ക് വേണ്ടതെല്ലാം കഴിക്കാം, എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ കഴിക്കാം. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷീണവും അമിതമായിട്ടുള്ള വിശപ്പും ഒക്കെ തന്നെ ബോഡി കാണിക്കും. കുറച്ച് വണ്ണുള്ള പുരുഷന്മാരിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ കാണിക്കാം. പിന്നെ പെട്ടെന്ന് ഷുഗർ രക്തത്തിലോട്ട് റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച പാടെ തന്നെ ഒരു 5-10 മിനിറ്റ് മൈൽഡ് വാക്കിംഗ്, അത് വളരെ സ്പീഡിൽ കൈവീശി നടക്കുക അല്ലെങ്കിൽ ഓടുക എന്നൊന്നും പറയുന്നില്ല, മൈൽഡായിട്ടുള്ള വാക്കിംഗ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, QNB ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഒരുപാട് ആളുകൾ ഡയബറ്റീസ് വന്നിട്ട് മനസ്സിലാക്കാനൊക്കെ കുറച്ചധികം ലേറ്റായിട്ട് പോവാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ ഈ അടുത്തൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് ആൾ ഡയബറ്റീസ് മനസ്സിലാക്കാൻ ലേറ്റായി. അപ്പം ഇത് അറിയാനുള്ളൊരു റീസൺ, ആൾക്ക് ശരീരത്തിലൊക്കെ നല്ല രീതിയിൽ തരിപ്പ്, മരവിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അമിതമായിട്ടുള്ള ക്ഷീണം വന്നു, പിന്നെ ജോലികളൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തിയ സമയത്ത് ജസ്റ്റ് ഒന്ന് ആൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതാണ്. അപ്പോൾ ആൾ ആദ്യം തന്നെ വിചാരിച്ചത് വൈറ്റമിൻ ഡിയുടെ കുറവോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത് വന്നിട്ടുള്ളത് എന്നാണ്. പക്ഷേ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫാസ്റ്റിങ്ങിൽ തന്നെ അബവ് 200 എന്നുള്ളൊരു റേഞ്ചിലോട്ട് ഷുഗർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ഒരുപാട് അരിയാഹാരം കഴിക്കുകയായിരുന്നു. ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ആൾ 3 നേരവും ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. അതായത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ തന്നെ റൈസ് കഴിക്കാം. ചില ആളുകളുണ്ട് രാവിലെ തന്നെ റൈസിനോട് കൂടുതൽ താല്പര്യമുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അത്. അപ്പോൾ ആൾ കഴിക്കാറുണ്ടായിരുന്നു. പിന്നെ വലിയൊരു മേല് അനങ്ങിയിട്ടുള്ളൊരു ജോലി ആളുടെ ആ ഒരു രീതിയിലില്ല. അപ്പം ആളൊരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ വലിയൊരു അനക്കവും ഇല്ല. പിന്നെ എക്സസൈസ് വളരെയധികം കുറവാണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ആൾ ലിക്കറൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആളുടെ നോക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്ക് ഒരു അസുഖത്തിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു രീതിയിലായിരുന്നു ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തി നമ്മൾ. അപ്പം ആൾ ആ 3 നേരം കഴിച്ച റൈസ് ഐറ്റംസിൽ രാവിലെ നമ്മൾ അരിയാഹാരം ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു അളവിൽ കൊടുത്തു. ഉച്ചയ്ക്ക് നമ്മൾ റൈസ് കൊടുത്തു. രാത്രി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റൈസ് ഐറ്റംസ് ഒഴിവാക്കി, ധാന്യങ്ങളെല്ലാം തന്നെ അങ്ങ് ഒഴിവാക്കി കൊടുത്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ 1-2 പീസ് കൊടുത്തിട്ട് പിന്നെ മുട്ടയും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഉച്ചയ്ക്ക് റൈസ് ആണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ റൈസ് എടുത്തിട്ട് ബാക്കി നല്ല പ്രോട്ടീൻസ്, അതായത് ചിക്കൻ, ബീഫ്, ഫിഷൊക്കെ കൊടുത്തു. ഷുഗർ ഉണ്ട്, പക്ഷേ കൊളസ്ട്രോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ വന്നിട്ടില്ല ബോഡിയിലോട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ റെഡ് മീറ്റ് കൊടുത്തു, പ്രോട്ടീൻസ് കൊടുത്തു, അധിക ദിവസങ്ങളിൽ പ്രോട്ടീൻസ് കൊടുത്തു. ഈ രീതിയിൽ തന്നെ നല്ലൊരു ഡയറ്റ് ആൾക്ക് കൊടുത്തു. ഡയറ്റ് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഡിസിൻസും കൊടുക്കേണ്ടി വന്നു. കാരണം ഫാസ്റ്റിങ്ങിൽ 200 എബോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിസിൻസും കൊടുത്തു. കാരണം സിംറ്റംസും ക്ഷീണം പറയുന്നുണ്ടായിരുന്നു, തരിപ്പ്, മരവിപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പം ഇത് കൊടുത്തതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വന്നു. പിന്നെ ഒരു എക്സസൈസ് 1/2 അവർ 45 മിനിറ്റ്സ് നന്നായിട്ട് ആൾ നടക്കാനും പോയി. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് 1 മന്തിൽ തന്നെ ആൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി. ആളുടെ ഷുഗർ ലെവൽ നോക്കുന്ന സമയത്ത് ബിലോ 150 വരികയും ചെയ്തു. ആൾക്ക് നല്ല കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് മാറി. അപ്പം ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും ഷുഗർ വന്നോ എന്ന് മനസ്സിലാവാതെ. കാരണം അത് ഷുഗർ വരുന്ന സമയത്ത് തന്നെ ബോഡിയിൽ വലിയ സിംറ്റംസ് ആയിട്ടൊന്നും എടുത്ത് കാണിക്കൂല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം വരിക, അങ്ങനെയുള്ള ടെൻഡൻസീസ് ഒന്നും ആദ്യ നാളുകളിൽ വരില്ല. ചിലപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് എന്തായിരിക്കും, കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കും. അതൊന്നും നമ്മൾ അത്ര കാര്യമായിട്ട് എടുക്കില്ല. നല്ല ദാഹം ഉണ്ടായിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്നുണ്ടായിരിക്കാം. അത് വെള്ളം കുടിക്കുന്നതുകൊണ്ടാണല്ലോ യൂറിൻ പോകുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഈ ഒരു സിംറ്റംസ് ഒക്കെയാണ് ഒട്ടുമിക്ക ഡയബറ്റിസ് പേഷ്യൻസിലും കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇതൊക്കെ കണ്ടു വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതാണ്, ഒരു ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യുക. ഒരു ബ്ലഡ് ടെസ്റ്റ് ഫാസ്റ്റിങ്ങിൽ 3 മാസത്തെ ആവറേജും നമുക്ക് നോക്കാം, HbA1c നമുക്ക് നോക്കാം. അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഷുഗർ വരുമോ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള മുൻകരുതലുകൾ എടുക്കാം. ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ അച്ഛനോ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡയബറ്റീസ് ഫാമിലിയിലുണ്ടെങ്കിൽ നമുക്കത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരും കൂടി ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് അത് വരാം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അപ്പോൾ സ്ത്രീകളിലൊക്കെ വണ്ണമുള്ള സ്ത്രീകളിൽ PCOD, ഇപ്പോൾ നമ്മളതിന് PMOS, ഈ കണ്ടീഷനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചറിൽ ഷുഗർ വരാമെന്നുള്ളതാണ്. കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം വരിക,
അതുപോലെ തന്നെ പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് വരിക, ഇതൊക്കെ പിന്നെ ഈ ഒരു PMOSൻ്റെ സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് വണ്ണുള്ള പുരുഷന്മാരിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴുത്തിന് ചുറ്റും കറുപ്പ് നിറമൊക്കെ കാണിക്കാം. അതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അവിടെ ഇൻസുലിൻ ആക്റ്റീവ് അല്ല. നമ്മൾ ഒരുപാട് കഴിക്കുന്നു, നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു. ഈ കൊഴുപ്പ് കാരണം എന്താണ്, നിങ്ങൾക്ക് ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈജഷൻ, ഷുഗർ റിലീസ് ചെയ്യുമ്പം അതിന് ഇൻസുലിന് ആക്റ്റീവ് ആവുന്നില്ല, ഇൻസുലിൻ അവിടെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അളവിൽ ഇൻസുലിൻ ഇല്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ലൊരു റൂട്ടീൻ, ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു റൂട്ടീൻ തന്നെ കൊണ്ടുവരുത്തണം. ഈ റൂട്ടീനകത്ത് രാവിലെ എഴുന്നേൽക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കണം. ഷുഗർ പേഷ്യൻസ് ആകുമ്പോൾ ഇടവേളകളിലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും നല്ലത്. ചെറിയ അളവിൽ ഒരു നേരം കുറച്ച് കഴിക്കുക, അടുത്ത നേരം വീണ്ടും കുറയ്ക്കുക. അങ്ങനെ അളവ് കുറച്ചിട്ട് പല നേരങ്ങളായിട്ട് കഴിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യസ്ഥിതി, ശരീരമൊക്കെ നോക്കിയിട്ട് മാസത്തിലൊരു 15 ദിവസത്തോളം ഗ്രീൻ ടീ എടുക്കുക. പിന്നെ പെട്ടെന്ന് ഷുഗർ രക്തത്തിലോട്ട് റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ച പാടെ തന്നെ ഒരു 5-10 മിനിറ്റ് മൈൽഡ് വാക്കിംഗ്, അത് വളരെ സ്പീഡിൽ കൈവീശി നടക്കുക അല്ലെങ്കിൽ ഓടുക എന്നൊന്നും പറയുന്നില്ല, മൈൽഡായിട്ടുള്ള വാക്കിംഗ് ചെയ്യാം. അതൊക്കെ തന്നെ എന്താണ്, ഷുഗർ പെട്ടെന്ന് കൂടുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ഷീണവും അമിതമായിട്ടുള്ള വിശപ്പും ഒക്കെ തന്നെ ബോഡി കാണിക്കും. നമ്മുടെ കോശങ്ങൾക്ക് എനർജി കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും നമ്മുടെ ബോഡിക്ക് ക്രേവിങ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ചോറ് കഴിക്കണം അല്ലെങ്കിൽ മധുരം കഴിക്കണം എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഷുഗർ ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യലി എടുക്കുക. ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് മാറ്റം വരാറുണ്ട്. പിന്നെ അത് കരുതിയിട്ട് ഇപ്പം ഷുഗർ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാം ഒഴിവാക്കണം എന്നൊന്നും പറയുന്നില്ല. നമുക്ക് വേണ്ടതെല്ലാം കഴിക്കാം, എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ കഴിക്കാം. വേണ്ടാത്തത് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടാത്തത് ഒഴിവാക്കി നിർത്താം. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഷുഗർ പേഷ്യൻസ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ ഡയബറ്റീസ് ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെയാണ്, ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.